ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അരിപ്പൊടി കൊണ്ട് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. പുളിയുള്ള തൈരാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി അതിലേക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ട് എടുക്കാം. ഞാനിവിടെ അരച്ചെടുത്തപ്പോൾ 1 കപ്പ് വെള്ളവും കൂടെ കുറവായതുകൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ലാസ്റ്റ് അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കുന്ന പ്ലേറ്റ് അതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്ലേറ്റിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുളക് പൊടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമില്ല, താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതിയാകും. ചെറിയൊരു എരിവും ഒരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഒരു സ്പാച്ചിൽ കൊണ്ട് സൈഡെല്ലാം ഒന്ന് വിടിയിച്ചതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതുപോലെ വേണമെങ്കിലും കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെയാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വന്നിട്ട് അതിലേക്ക് ഓരോന്നോരോന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 വശവും നന്നായിട്ട് ഇനി ഒന്ന് മൊരിയിച്ചിട്ട് എടുക്കണം. ഒരു വശം റെഡിയാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചും തിരിച്ചുമിട്ട് 2 വശവും നന്നായിട്ട് ഇനി ഒന്ന് മൊരിയിച്ചിട്ട് എടുക്കണം. ഇതിവിടെ 2 വശവും നന്നായിട്ട് ഇനി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടമാകുന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.